ഹായ് ഓൾ. സോ ഇന്നത്തെ റീഡിങ് വന്നിട്ട് കുറച്ച് സ്പെഷ്യലാണ്. ബിക്കോസ് ഗുരുവായൂരപ്പനെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചാണ് കാർഡ്സ് എടുത്തിട്ടുള്ളത്. സോ ചില നക്ഷത്രക്കാർക്കും സോഡിയാക് സൈൻസുകാർക്കും ഇത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ നക്ഷത്രങ്ങൾ വന്നിട്ട് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, വിശാഖം, അനിഴം, തൃക്കേട്ട, പുണർദം, പൂയം, ആയില്യം, സ്കോർപ്പിയോ, പൈസീസ്, ക്യാൻസർ, വാട്ടർ സൈൻസ്. സോ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പൻ പറയുന്നത്, ഞാൻ എന്താണോ നിങ്ങൾക്ക് ഇപ്പം തരുന്നത് നിങ്ങളതിനെ വാല്യൂ ചെയ്യുന്നില്ല, ഓർ നിങ്ങളതിനെ ഉൾക്കൊള്ളുന്നില്ല. അതൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആകാം, അല്ലെങ്കിൽ പുതിയൊരു പേഴ്സൺ ആവാം, എന്തെങ്കിലും ഒരെണ്ണം ഇങ്ങനെ തരുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിൽ അതുണ്ട്, പക്ഷെ നിങ്ങൾക്കത് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ പല ആൾക്കാരും യു ആർ വെരി ഇമോഷണൽ, പക്ഷെ നിങ്ങൾ പുറമേ ഭയങ്കര ഈ പറയുന്നത് പോലെ ഞാൻ ഇമോഷണൽ ഒന്നും അല്ല, ഞാൻ ഭയങ്കര സ്റ്റബേൺ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റബേൺ ക്യാരക്ടർ, ആ ഒരു നേച്ചർ, അല്ലെങ്കിൽ പുറമേ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും വളരെ എന്താ പറയുക ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നതും നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. പക്ഷെ ഉള്ളുകൊണ്ട് ദർ ഇസ് സംതിങ് ഫ്രം വിച്ച് യു ഹാവ് നോട്ട് മൂവ്ഡ് ഓൺ. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സംഭവത്തിനെ ഒരു വിഷമകരമായ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ദാറ്റ് ചാപ്റ്റർ ഹാസ് എൻഡഡ്. ആ ഒരു ഈ രണ്ട് കാർഡ്സിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ ഈ ഒരു മനുഷ്യൻ ഈ മൂന്ന് കാര്യത്തിനെയും കുറിച്ച് അതിൽ ചിന്താവിഷ്ടനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ചിന്താവിഷ്ടയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മനസ്സിലായി. പക്ഷെ എന്താണോ ഇപ്പോൾ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, അതിനെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ നിങ്ങൾക്ക് ഉൾക്കൊണ്ട് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് യു ആർ വെരി സ്റ്റബേൺ ഇൻ യുവർ ഫാമിലി. യു മൈറ്റ് ബി വെരി എന്താ പറയുക, ഇങ്ങനെ ഞാൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരികളിൽ നിൽക്കൂ. നിങ്ങളുടെ ഒരു നല്ലൊരു ഇന്നസെൻ്റ് ഒരു ഇമോഷണൽ സൈഡ് നിങ്ങൾക്കുണ്ട്. ബിലീവ് ദാറ്റ് യു ഹാവ് ദറ്റ് ഗുഡ് ഹാർട്ട് വിത്തിൻ യു. സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഗുഡ് ഹാർട്ട് ഉണ്ട്, പക്ഷേ യു ആർ പ്രസൻറ്റിങ് യുവർ സെൽഫ് ഇൻ സം അതർ വേ. ലൈക്ക് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങളെ തന്നെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ. പക്ഷേ ഇൻറ്റേർണലി യു ഹാവ് നോട്ട് മൂവ്ഡ് ഓൺ ഫ്രം സംതിങ് ഓർ സം പേഴ്സൺ ഓർ സം ചാപ്റ്റർ ഓർ സിറ്റുവേഷൻ ഇൻ യുവർ ലൈഫ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ എനിക്ക് ആ ഒരു എനർജി നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എത്തിപ്പെടേണ്ട ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ബെറ്ററായിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ആൻഡ് ചില ഡിസിഷൻസ്, ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ വന്നിട്ട് പോലും നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. അതൊരു പേഴ്സൺ ആവാം, ഒരു പുതിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആവാം, എന്തെങ്കിലും പുതിയൊരു സംഭവമാവാം. അതിനെ നിങ്ങൾ ഇരു കൈകളും കൂടെ നീട്ടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു മെസ്സേജും ഇവിടെ വരുന്നുണ്ട്. സെക്കൻഡ് തിങ്, ബി യുവർ ട്രൂ സെൽഫ്. മനസ്സിലായില്ലേ, നമ്മളെപ്പോലെ ഇരിക്കുക. നിങ്ങൾക്ക് എന്ത് ക്യാരക്ടറാണോ ഇൻബോൺ ആയിട്ട് ഉള്ളത്, ലൈക്ക് അത് മതി, മനസ്സിലായില്ല. ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ സൈഡിനെയും കൂടെ നിങ്ങൾ ഒന്ന് നമ്മൾ അതിനെയും കൂടെ നമ്മൾ വാല്യൂ ചെയ്യണം. യു ആർ നോട്ട് സംബഡി എൽസ്, ഓർ യു ആർ നോട്ട് സപ്പോസ് ടു ലിവ് ലൈക്ക് സംബഡി എൽസ്. ലൈക്ക് നമ്മൾ ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു സ്ട്രെങ്ത്തിനെ നമ്മൾ പുറമേ കൊണ്ട് നടന്ന് ഉള്ളിൽ വേദനിച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, ഡോണ്ട് ഡൂ ദാറ്റ്. ആൻഡ് ഓൾസോ അപ്രീഷിയേറ്റ് വാട്ട് ഈസ് ഇൻ യുവർ ലൈഫ് ആൻഡ് വാട്ട് ദ ഗോഡ് ഈസ് ഓഫറിങ് ടു യു റൈറ്റ് നൗ. ആൻഡ് യു വിൽ ബി ഇൻ എ ബെറ്റർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ബിക്കോസ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഓർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇരു കൈകളും കൊണ്ട് അതിനെ നിങ്ങൾ സ്വീകരിക്കൂ. യു വിൽ റീച്ച് ഇൻ എ ബെറ്റർ പൊസിഷൻ. നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റും മെൻ്റൽ സ്റ്റേറ്റും നിങ്ങളുടെ ലൈഫും ബെറ്റർ ആവുള്ളൂ. സോ അത് തന്നെയാണ് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു മെസ്സേജ്. സോ ഐ തിങ്ക് നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. താങ്ക് യു സോ മച്ച്.